നമസ്കാരം. 4 പതിറ്റാണ്ടോളം ആകാശവാണിയിലൂടെ നമ്മൾ ഒരു വലിയ വിഭാഗം ജനതയ്ക്ക് വളരെ സുപരിചിതയായിട്ടുള്ള സുഷ്മ ചേച്ചിയാണ് ഇന്ന് കേരള പച്ചയിൽ നമ്മുടെ കൂടെ ചേരുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. സുഷ്മ ചേച്ചി ശരിക്കും കേരളത്തിലെ ആദ്യ ഇലക്ട്രോണിക് മീഡിയയാണ് ആകാശവാണി. അന്നത്തെ ന്യൂജൻ്റെ എന്താ പറയുക, അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ജോലിയിലേക്ക് വരുമ്പം എന്താ പറയുക, ഒത്തിരി അധികാരമായിട്ടുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ നമുക്ക് എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ ആകാശവാണി കേൾക്കുന്ന കാലത്ത് നമുക്കറിയാം പല പല പേരുകളിലൂടെ. എന്തായിരുന്നു ആ സമയത്ത് ഒരു ഫീല്? എന്തായിരുന്നു ആ കാലം? എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെ പറയാനുണ്ട് കുറേ അധികം. അതിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ പറയാം. ഇപ്പം ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഞാൻ എൻ്റെ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് ഈ ജോലി കിട്ടിയത്. ജോലി കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുക്ക പറഞ്ഞേ, എനിക്ക് കോളേജിൽ അധ്യാപിക ആകണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കണ്ടുവച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിൽ ഡോക്ടർ, അല്ലെങ്കിൽ എൻജിനീയർ, അല്ലെങ്കിൽ കോളേജ് അധ്യാപിക, സ്കൂൾ അധ്യാപിക. ഇതാണ് കണ്ടുവച്ചിരിക്കുന്ന ജോലി സ്ത്രീകൾക്കെല്ലാം. എനിക്ക് കോളേജിൽ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ലിറ്ററേച്ചറാണ്. MA എടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തുവാ ചെയ്യുന്നത്? അത് ഞാൻ നേരെ പഠിക്കുന്നുമില്ല. ബേബി സഖാവിനെയൊക്കെ പരിചയപ്പെട്ട് SFIയിലൂടെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന്. അപ്പം എൻ്റെ വിചാരം അത് ഒന്നിയിൽ അവിടെ നിൽക്കാം, അതിൽ തന്നെ വളരെ ഒരു കരുത്തുറ്റ നേതാവായി മാറാം, അല്ലെങ്കിൽ മറ്റൊരു ജോലി കണ്ടുപിടിക്കണം. അച്ഛൻ എൻ്റെ പറഞ്ഞ് ജോലിയില്ലാതെ സ്ത്രീകൾ ഇനി ജീവിക്കാൻ പാടില്ല. അച്ഛൻ ഇച്ചിരി ഫോർവേഡ് തിങ്കിങ് ഒരു വ്യക്തിയായിരുന്നു. കേൾക്കുമ്പോൾ അറിയാലോ. നല്ല ജോലി വേണം. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സമത്വത്തിൽ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സ്ത്രീധനം കൊടുക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത നമ്മുടെ തലയിലുണ്ടാക്കിയ ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. അപ്പോൾ എൻ്റെ അടുക്കെല്ലാം ചോദിച്ചു, നിനക്ക് അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം ഞാൻ ആലോചിച്ച് അച്ഛൻ്റെ അടുക്കെ പറഞ്ഞ്, പ്രൊഫഷണൽ ഡാൻസർ ആകാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാനന്ന് ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ വളരെ കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഭരതനാട്യം തൃശ്ശൂരിൽ നിന്ന് ജനാർദ്ദനൻ എന്ന് പറയുന്ന ഒരു സാറും, മോഹിനിയാട്ടം തിരുവനന്തപുരത്ത് നിന്ന് നൂപുര കുറുപ്പ് സാറും ചന്ദ്രിക ചേച്ചി, ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിലേതിൽ വേണമെങ്കിലും എനിക്ക് മുമ്പോട്ട് പോകാം. അച്ഛൻ പറഞ്ഞാൽ അത് ജീവിക്കാൻ ചോറ് തരുമോയെന്ന് എനിക്ക് സംശയമാണ്. അപ്പം എനിക്കൊരു സംശയം ചോദിക്കാൻ വന്നത്, അധ്യാപിക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അന്ന് മാറ്റി വെക്കണമെന്ന് തോന്നാണ്ടായ റീസൺ എന്താ? അതൊരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാധനം അല്ലായിരുന്നോ? എനിക്കത്ര സേഫായിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ എല്ലാ ടീച്ചേഴ്സിനും കൂവുന്ന ആളായിരുന്നു ഞാൻ. പല ടീച്ചേഴ്സും എൻ്റെ അടുക്ക പറയായിരുന്നു, നീ കോളേജിൽ പഠിപ്പിക്കാൻ കയറുമ്പോൾ എൻ്റെ മക്കൾ അവിടെ കാണും, അന്ന് നിന്നെ കൈകാര്യം ചെയ്യും. മനസ്സിലായി. ചുമ്മാ ഒരു ഭീഷണി, അവർ തമാശയ്ക്ക് പറയുന്നതായിരിക്കും. എന്നാലും ആരെങ്കിലും കൂവുകയല്ല എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. വേണ്ട, റീറ്റ മാഡത്തിൻ്റെ മക്കൾ എന്നെ കൂവണ്ട എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, സയൻസ് ഒക്കെ എടുക്കുന്ന പോലെ അല്ല ലിറ്ററേച്ചർ. അത് പീരിയോഡിക്കലി ആ ബുക്സ് എല്ലാം മാറും. ഈ പുതിയ ബുക്സ് എല്ലാം നന്നായിട്ട് നമ്മൾ വായിക്കണം, അതിൻ്റെ ക്രിറ്റിസിസം പഠിക്കണം. ഒരു നല്ല അധ്യാപികയാകണമെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു ലിറ്ററേച്ചറിന്. എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സൊന്നും മോശമായിട്ടൊന്നുമില്ല. അവരൊക്കെ പഠിപ്പിക്കുന്നതിലൊക്കെ വളരെ ഡെഡിക്കേഷൻ കാണിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതുപോലെ കുറച്ച് എക്സ്ട്രാ വേണം. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബോറടിക്കുന്നതെന്ന് എനിക്കറിയാം. അത് മെയിൽ അധ്യാപകർക്കാണെങ്കിൽ അതിനുള്ള സാഹചര്യം, അവർ കൂടുതൽ വായിക്കുന്നതിനും ഒക്കെ അവരുടെ ഇഗ്നറൻസ് ചെറുതാക്കി കൊണ്ടുവരും. ഇവർക്ക് അതിനുള്ള സാഹചര്യമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു ലിറ്ററേച്ചർ അധ്യാപികയായ പൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. അടിപൊളിയെന്നല്ല, മഹാമോശമായിരിക്കും എന്ന്. അതുകൊണ്ടാണ് അധ്യാപികയാകണ്ട എന്ന് കരുതിയത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ, അവർക്ക് ഒരു എക്സ്ട്രാ ഇല്ല, നമുക്ക് വേണ്ടി എക്സ്ട്രാ ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഒരു മൂഡിലേക്കൊക്കെ മാറുന്നുണ്ടല്ലോ. അന്നത്തെ കാലത്ത് ഷിഫ്റ്റ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചിയുടെ മുമ്പത്തെ ഇൻ്റർവ്യൂസൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അതിനകത്ത് പലയിടങ്ങളിലും പറയുന്നുണ്ട്, ഇപ്പം കറണ്ട് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് വളർന്നു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു കാലത്ത് നിന്ന് വളർന്നു വന്ന ഒരാൾ പൊളിറ്റിക്സിലേക്ക് ആകർഷ്ടയാകുക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അയ്യോ അതെങ്ങനെ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയും കൂടെ ഉണ്ട്. അതിൻ്റെ ഉള്ള കാര്യം പറയാമല്ലോ. ഞാനൊരു ജന്മി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ജന്മിത്വം തകർന്നു. ആ ജന്മിത്വത്തിനെ നമ്മുടെ CPIM അല്ലെങ്കിൽ CPI ഉൾപ്പെടുന്ന ആ സമൂഹം തകർത്തു. അതെനിക്ക്
അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ഡൈമെൻഷൻ അന്ന് എനിക്ക് അറിഞ്ഞൂടാന്ന് വെച്ചാൽ ഞാൻ കുട്ടിയാണ്, 59-ലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും വളർന്ന സാഹചര്യത്തിലല്ല ഞാൻ വളർന്നത്. മാത്രമല്ല അച്ഛൻ എന്നോട് പറയുമായിരുന്നു, അച്ഛനൊക്കെ വളർന്ന സാഹചര്യമല്ല, ഇനി നിങ്ങൾക്കായിട്ട് സ്വന്തം ഇടം കണ്ടെത്തണം, അത് നിൽക്കാനും പഠിക്കാനും എല്ലാത്തിനും സ്വന്തമായിട്ടുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അച്ഛന് ഈ കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയൊക്കെ വലിയ താല്പര്യമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി ഹി തോട്ട് ഡിഫറൻ്റ്ലി, കുറച്ച് ഡിഫറൻസ് മാനസികമായും ഇത് പലതിനെയും സ്വീകരിക്കാനുള്ള മനസ്സുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വലിയച്ഛന്മാരുടെ മക്കളൊക്കെ അവർ ഭയങ്കര അഭിമാനത്തോടുകൂടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന സാഹചര്യത്തിലാണ് ജനിച്ചതെന്നും വളർന്നതെന്നൊക്കെ പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്നൊക്കെ. ആ ഒരു അഭിമാനം എന്തുകൊണ്ടോ എൻ്റെ അച്ഛൻ തകർത്താണ് ഞങ്ങളെ പുറത്തേക്ക് വിട്ടത്. അതുകൊണ്ടും കൂടെയാണ് ഈ ജോലി വേണമെന്നും ഒക്കെ അച്ഛൻ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞിരുന്നത്. എൻ്റെ അമ്മ 10ാം ക്ലാസ്സിൽ പാസ്സാകുന്നതിന് മുമ്പ് തന്നെ വിവാഹിതയായ ഒരു വ്യക്തി. അമ്മയുടെ കൂടെ അന്ന് എൻ്റെ ഫാമിലിയിൽ തന്നെ കുറച്ച് ഫോർവേഡ് തിങ്കിങ് ആളുകളൊക്കെ മക്കളെ പഠിപ്പിച്ചിരുന്നു, പെൺമക്കളെ. എൻ്റെ അപ്പൂപ്പൻ ഡെന്റിസ്റ്റ് ആയിട്ട് കൂടി അമ്മയെ പഠിപ്പിച്ചില്ല. ആ ഒരു സാഹചര്യം. പക്ഷെ അച്ഛന് വേണമെങ്കിൽ അമ്മയെ പഠിപ്പിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അച്ഛൻ അത് ചെയ്തില്ല. ഒരു പക്ഷേ ബാക്കിയുള്ളവരുടെ എപ്പോഴും പൊരുതിക്കൊണ്ട് ഇരിക്കാൻ പുള്ളിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാകാം അങ്ങനെ ചെയ്യാത്തത്. അല്ലെങ്കിൽ അമ്മയെ പഠിപ്പിച്ച് വേണമെങ്കിൽ ഒരു സ്കൂൾ അധ്യാപികയെങ്കിലും ആക്കാൻ അച്ഛനെ സാധിക്കുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അന്നത്തെ കാലത്ത്, അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒരു ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നിട്ടുണ്ടാവുന്ന ഒരു വലിയ സാമൂഹിക മാറ്റം സംഭവിച്ചൊരു കാലത്താണ് ചേച്ചി എനിക്ക് തോന്നുന്നു വളർന്നു വരുന്നൊരു സമയം അല്ലേ? അപ്പോൾ ആ സമയത്ത് നിന്ന് എഗെയിൻ നമ്മൾ PG കഴിയുന്നു. ആകാശവാണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഞാൻ ഇടയ്ക്ക് വെച്ച് മുറിച്ചതുകൊണ്ടാണ് അങ്ങോട്ടേക്കുള്ള വഴി ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം. ആകാശവാണിയിൽ എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ വീട്ടിൽ അച്ഛൻ ന്യൂസിൻ്റെ ഭയങ്കര ഫോളോവറാണ്. ന്യൂസ് അത് ഇംഗ്ലീഷ് ആയാലും മലയാളമാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുക. ഹിന്ദി കേൾക്കാറില്ല, പുള്ളിക്ക് ഒട്ടും വശമില്ലാത്തൊരു ഭാഷയായിരുന്നു അത്. അതുകൊണ്ട് അത് കേൾക്കത്തില്ല. പിന്നെ ഇംഗ്ലീഷും മലയാളവും എല്ലാ ന്യൂസും കേൾക്കും. ക്രിക്കറ്റ് ഭയങ്കര ക്രേസായിരുന്നു. ക്രിക്കറ്റ് കമൻട്രി മൊത്തം കേൾക്കും. അങ്ങനെയായിരുന്നു അച്ഛൻ. അമ്മയാണെങ്കിൽ TP രാധാമണിയുടെ വളരെ വലിയ ആരാധികയായിരുന്നു. TP രാധാമണി വോയിസ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ആകാശവാണിയിലെ വോയിസ് ആർട്ടിസ്റ്റ്. അത് വ്യത്യാസമുണ്ട്, അതെല്ലാം പറഞ്ഞുതരാം. പുള്ളിയുടെ നാടകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മ അതിൻ്റെ അടുക്കേ ഇരിക്കും, വേണമെങ്കിൽ കരയുകയും ചെയ്യും, നായിക കരയുമ്പോൾ. അങ്ങനെയായിരുന്നു അമ്മ. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോയി ന്യൂസ് കേൾക്കുകയും അപ്പുറത്ത് പോയി അമ്മ നാടകം കേൾക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിരുന്ന് അത് ആസ്വദിക്കുകയൊക്കെ ചെയ്യും എന്നല്ലാതെ ഇതിനകത്തൊരു ജോലി സാധ്യതയുണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. PGയുടെ ഞാൻ PG കഴിയാറാകുന്ന, അതായത് 2nd ഇയർ ആകുന്നതിനും അല്ല, ഡിഗ്രി കഴിയുന്ന ആ സമയത്താണ് അച്ഛൻ്റെ അടുക്ക ഞാൻ ചെന്ന് പറഞ്ഞു, PGക്കൊക്കെ പഠിക്കാം, പക്ഷേ എനിക്ക് അധ്യാപിക ആകണ്ട എന്ന് പറഞ്ഞു. അധ്യാപിക ആകണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ PGക്കൊക്കെ പോകുന്നത്? ഒരു പത്രം ഇങ്ങനെ എടുത്തിട്ട് തന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ആകാശവാണിയിൽ അനൗൺസേഴ്സിനെ വിളിക്കുന്നു എന്നും പറഞ്ഞ്, യുവവാണി അനൗൺസർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം കിടക്കുന്നത്. അപ്പോൾ അച്ഛൻ തന്നെ എഴുതി അയച്ചു ആപ്ലിക്കേഷൻ ഫോം. അങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഒക്കെ അച്ഛൻ അയച്ചോട്ടെ, ഞാനിതിന് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് മനസ്സിൽ കണ്ടോണ്ട് ഞാൻ പോയി. പക്ഷേ ആപ്ലിക്കേഷൻ ഫോം വന്ന് അത് ഫില്ല് ചെയ്ത് വെച്ചാൽ ഒപ്പിട്ടതും ഞാൻ അയച്ചു കഴിഞ്ഞു. ടെസ്റ്റിന് വിളിച്ചപ്പോൾ ടെസ്റ്റ് എഴുതണോ? ടെസ്റ്റ് എഴുതണം എന്ന് അച്ഛൻ പറഞ്ഞു. നിൻ്റെ സ്വഭാവത്തിന് ടെസ്റ്റ് എഴുതിയേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പോയി ടെസ്റ്റ് എഴുതിയപ്പം ഭയങ്കര ഈസി, ജനറൽ നോളജൊക്കെയാണ്. നമ്മൾ സിവിൽ സർവീസ് പിന്നെ ഇപ്പം മറിക്കും എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണെന്ന്. സിവിൽ സർവീസിൽ മറിക്കുമോ എന്ന് അച്ഛന് സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അച്ഛൻ ഇത് എഴുതിപ്പിച്ചത്. എക്സാം പാസ്സായിട്ടാണ് എക്സാം പാസ്സായി കഴിഞ്ഞ് ഓഡീഷന് വിളിച്ച്. അപ്പോൾ എനിക്കൊരു സ്വഭാവ ദൂഷ്യമുണ്ട്, ഞാൻ ചിലത് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് പറയത്തില്ല, എന്ന് പറയും. ലിസ്പിങ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആക്ച്വലി ചെറുപ്പത്തിൽ തന്നെ ലിസ്പിങ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. അത് നമ്മൾ ബോധപൂർവം മാറ്റി. എന്നെ എല്ലാവരും കൂടെ കളിയാക്കി, അച്ഛൻ്റെ പേര് പറയാൻ പറ്റത്തില്ല, സ്വന്തം പേര് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കൊണ്ട് ലിസ്പിങ് ഞാൻ മാറ്റിയെടുത്തത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ വരും. അപ്പോൾ വീട്ടിലെല്ലാവരും കളിയാക്കും. അമ്മ എന്തൊക്കെ ചോദിച്ചു, ഇങ്ങനെയാണോ ഓഡിഷന് പോകുന്നത്? ശബ്ദം അവർ പരിശോധിക്കുന്നത്, തെറ്റായിട്ട് ഉച്ചരിച്ചാൽ അവരെടുക്കുമോ എന്ന് ചോദിച്ചു. നമ്മൾക്ക് തോക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് വളരെ കാര്യമായിട്ട് അടുത്ത ദിവസം തൊട്ട് അമ്മയെ പത്രം വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി.
വളരെ കൃത്യമായിട്ട് അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്തിരുന്ന് പത്രം വായിച്ച് മൊത്തം ന്യൂസും അമ്മയെ പഠിപ്പിച്ച് ഒക്കെ റെഡിയാക്കി എടുത്ത്. പക്ഷേ ഓഡിഷന് വളരെ നല്ല നിലയിൽ ഞാൻ പാസ്സായി. ഇൻ്റർവ്യൂവിനും വളരെ ഇൻ്റർവ്യൂ അപ്പം തന്നെയാണ്, ഓഡിഷൻ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അച്ഛൻ എൻ്റെ ഒക്കെ ചോദിച്ചാൽ എങ്ങനെയുണ്ട്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എല്ലാം വളരെ കൃത്യമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ ജോലിയിലെടുത്തു. അപ്പം ഞാൻ അച്ഛൻ്റെ ഒക്കെ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകണ്ട, അതുവരെയും പ്ലാൻ ഇല്ല, ഒരു പ്ലാനും ഇല്ല, എന്താണെന്നുള്ളതിനെ പറ്റി ധാരണയില്ല, ഒരു ധാരണയില്ല. കംപ്ലീറ്റ്ലി പുതിയതായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു പുതിയ സംഭവത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. അവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പഠിച്ചത് TN ഗോപിനാഥൻ നായർ, ജഗതി NK ആചാരി, റിട്ടയർ ചെയ്ത് പോയിട്ടും നാഗവള്ളി RS കുറുപ്പ്, വേണു നാഗവള്ളിന്റെ അച്ഛൻ. എനിക്ക് അന്ന് പരിചയമില്ലാത്ത ഈ എല്ലാ ആളുകളെയും ഞാൻ പരിചയപ്പെടുകയും എല്ലാവരെയും കാണുകയും. ജഗതി NK ആചാരി എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ വർക്ക് ചെയ്യാണ്. TN റിട്ടയർ ചെയ്തു, പ്രൊഡ്യൂസർ എമറിറ്റസ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ P ഗംഗാധരൻ നായർ, S രാമൻകുട്ടി നായർ, പിന്നെ അങ്ങനെ ഒത്തിരി പേര്, മടവൂർ അയ്യോ, എല്ലാം വലിയ വലിയ മനുഷ്യര്. ഞാനാണെങ്കിൽ അവിടെ ഒരു PG കംപ്ലീറ്റ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെ റിസൾട്ട് വന്നിട്ടില്ല, എഴുതിയിട്ടില്ല. ഇടയ്ക്ക് വെനസ്ഡേയ്സ് ആണ് എനിക്ക് ഓഫ് തരുന്നത്. ഈ ഓഫ് ഡേയിൽ ഞാൻ കോളേജിൽ പോകും. അതിൻ്റെ മുമ്പിലത്തെ ദിവസം രാവിലെ ഡ്യൂട്ടി എടുത്ത്, ചൊവ്വാഴ്ച രാവിലെ ഡ്യൂട്ടി എടുത്ത് ഉച്ചയ്ക്ക് ശേഷം ഞാൻ കോളേജിൽ പോകും. ഇങ്ങനെ പിന്നെ ആകാശവാണിയിൽ വർക്ക് ചെയ്തുകൊണ്ട് കോഴ്സ് പോയി അറ്റൻഡ് ചെയ്ത് എനിക്ക് ഞാൻ ഫാത്തിമ മാതാ കോളേജിലായിരുന്നു അന്ന് പഠിച്ചിരുന്നത്. ഫാത്തിമ എനിക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന് പരീക്ഷ എഴുതി. ഞാൻ അങ്ങനെ PG കരസ്ഥമാക്കി. ഈ ആകാശവാണി ചെന്നതിന് ശേഷം ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ കൂടെ ഉണ്ടാകുന്ന തൊഴിലിടത്തിലെ ഒരു സീനുകളുണ്ട്. അയ്യോ, അന്ന് ഗംഭീര തൊഴിൽ സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ ഇൻസ്പയറിംഗ് ആയിരുന്നു ആ ആളുകളെല്ലാം. അവിടുത്തെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ലോകോത്തര നിലവാരത്തിലുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. KS ഗോപാലകൃഷ്ണൻ, B ശശികുമാർ, ഇങ്ങനെ വയലിൻ വായിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ബാലഭാസ്കറിൻ്റെ അമ്മാവൻ, എല്ലാവരും അതിഗംഭീര കലാകാരന്മാരും. ഇതിൻ്റെ നടുക്കാണ് നമ്മൾ എന്ന്. എനിക്ക് ഡാൻസിൻ്റെ സംഗീതം മാത്രമേ അറിയത്തുള്ളായിരുന്നു. സംഗീതത്തെക്കുറിച്ച് തന്നെ കാര്യമായി പഠിക്കാൻ ഇടവന്നത് പിന്നെ പറവൂർ സഹോദരിമാർ. അതിലൊരാൾ അനൗൺസറായിരുന്നു, മറ്റേയാൾ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഇവരുടെ കൂടെയായിരുന്നു സ്ഥിരം ഡ്യൂട്ടി ചെയ്യുന്നത്. അവർ പറഞ്ഞു തന്നാണ് രാഗങ്ങളെക്കുറിച്ചും ഇങ്ങനെ എല്ലാം പഠിച്ചത്. ആ അമ്മമാർ രണ്ടുപേരും പാട്ടൊക്കെ പാടി കേൾപ്പിച്ച് അതൊക്കെ മനസ്സിലാക്കി ഇന്നതുപോലെ, അല്ലെങ്കിൽ പോയി വല്ല തെറ്റ് കൊള്ളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അവരുടെ ഇടയിൽ നിന്നാണ്. പിന്നെ വോയിസ് മോഡുലേഷനെ കുറിച്ച് പഠിപ്പിച്ചു തന്നത് TP രാധാമണിയാണ്. ഒരു സാധനം നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഇങ്ങനെ വായിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാകില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ, അപ്പോഴാണ് അർത്ഥത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം, നമ്മൾ ഈ കൺവേ ചെയ്യുന്ന കാര്യത്തിലെന്ന് ആലോചിച്ച് ശരിക്കും പറഞ്ഞാൽ വായിക്കാൻ തുടങ്ങിയത്. ഇപ്പം യുവവാണിയിൽ നിന്നാണ്, യുവവാണിയിലേക്കാണ് അപ്ലൈ ചെയ്തത്, യുവവാണിയിൽ നിന്നാണ് തുടങ്ങിയേക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതിനകത്ത് തന്നെ ഇപ്പം എന്താ പറയുന്നത്, യുവാക്കൾക്കായിട്ടുള്ളൊരു സംഭവമാണല്ലോ തൊഴിലവസരങ്ങൾ, മ്യൂസിക്, അന്നത്തെ കാലത്തെ പോപ്പ്. അവിടെ മുതൽ എനിക്ക് തോന്നുന്നു, അതായത് ആലപ്പുഴ, ട്രിവാൻഡ്രത്ത് ആകാശവാണിയിലെ യുവവാണി പോലുള്ളൊരു സംവിധാനം, അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ പ്രഗത്ഭരായ ആളുകളുടെ കൂടെയുള്ള ഒരു പശ്ചാത്തലം കഴിഞ്ഞ് പിന്നെ ഡൽഹി വരെ എത്തുന്നുണ്ട്. ഇതൊരു ചെറിയ കാലമൊന്നും അല്ല, അത് ഞാൻ പറഞ്ഞത് കടന്നു പോന്നിരിക്കുന്ന കാലങ്ങളും. 12 വർഷം യുവവാണി അനൗൺസറായിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ വാർത്ത, അത് വാർത്ത വായിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നാരായണൻ നായർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഡയറക്ടർ തിരുവനന്തപുരത്ത് വന്നു. ഞാൻ വരുമ്പോൾ കോന്നിയൂർ നരേന്ദ്രനാഥായിരുന്നു സ്റ്റേഷൻ ഡയറക്ടർ. അദ്ദേഹം പോയി കഴിഞ്ഞ് നാരായണൻ നായർ എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് എന്തുകൊണ്ടോ ഞാൻ വായിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. കാർഷിക മേഖലാ വാർത്തകൾ, അതുപോലെ തൊഴിലവസര വാർത്തകൾ ഒക്കെ വായിക്കുന്നത് ഇഷ്ടമായിരുന്നു. അപ്പം ഒരു ദിവസം അന്ന് എഡിറ്ററായിരുന്ന വർഗീസ് എന്ന് പറയുന്ന സാറിനെ വിളിച്ച് ചോദിച്ചു, നമുക്ക് സുഷമയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ വാർത്ത വായിപ്പിക്കുന്നതിന്. അപ്പോൾ അതിനെന്താ, അന്നേരം എന്നെ കൊണ്ട് വെറുതെ വാർത്ത 2 ബുള്ളറ്റിൻ വായിച്ച് റെക്കോർഡ് ചെയ്ത് അവർ കേൾക്കുകയൊക്കെ ചെയ്തിട്ട്, പ്രതാപനോ രാമചന്ദ്രനോ ഇല്ലാത്ത സമയത്ത് നമുക്ക് സുഷമയെ കൊണ്ട് വായിപ്പിക്കുന്നത് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണ് ആദ്യമായി വാർത്ത വായിച്ചത്. അപ്പോൾ നാരായണൻ നായർ സാറിന് ഭയങ്കര ഇഷ്ടമായി ഞാൻ വാർത്ത വായിക്കുന്നത്.
അതിന് ശേഷം പ്രതാപൻ എനിക്ക് പുള്ളിയുടെ ഒരു ശിഷ്യ എന്നുള്ള ഒരു സ്ഥാനം നൽകി. ട്രാൻസ്ലേഷൻ, എഡിറ്റിംഗ്, ഇങ്ങനെ ഗ്യാതറിങ് ന്യൂസ്, ഇതിൻ്റെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡൽഹിയിൽ, കോഴിക്കോടും വേക്കൻസി വന്നു. അപ്പം പ്രതാപൻ പറഞ്ഞു കോഴിക്കോട് അപ്ലൈ ചെയ്യരുത്, അതിനേക്കാളും നല്ലത് ഡൽഹി അറിഞ്ഞിരിക്കണം, അവിടെ പോയി വർക്ക് ചെയ്യണം, ആ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ അത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ ചേച്ചിയുടെ എത്രാമത്തെ വയസ്സിലായി നടക്കുന്നത് ഡൽഹിയിലേക്കുള്ള പോക്കല്ല? ഞാൻ ഒരു അതായത് 21 വയസ്സിൽ ആകാശവാണിയിൽ എത്തിക്കഴിഞ്ഞു. ഒരു 12 വർഷം അനൗൺസറായി വർക്ക് ചെയ്തപ്പോൾ 34-34 വയസ്സിലൊക്കെയാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയത്താണ് ഡൽഹിയിലേക്ക് മാറുന്നത്. അതെ. അപ്പം നമ്മൾ ഇവിടെ കണ്ട, അതായത് കേരളത്തിൽ കണ്ട മാറ്റങ്ങളുണ്ടല്ലോ, കുറേ മാറ്റങ്ങൾ. പ്രത്യേകിച്ച് ആകാശവാണി ആ കാലത്ത് ഒരു അനിഷേധ്യമായ ശബ്ദമാണ്, നമുക്കറിയുന്ന ഇൻഫർമേഷൻ ആണ്. എനിക്കൊന്നും മേ ബി മാക്സിമം അക്കാലത്ത് മറ്റ് മീഡിയകളൊന്നും അങ്ങനെ പ്രസൻസ് അറിയിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഡൽഹി പോലെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് മാറുമ്പം ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കുന്നത്, സാമൂഹികപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ ഒരു ചേഞ്ച് മൊത്തത്തിൽ അതെങ്ങനെയായിരുന്നു? ഞാൻ 86 ഒക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ ദൂരദർശൻ വന്നു. ദൂരദർശൻ വന്നപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇതോടുകൂടി ആകാശവാണി കടപുഴകി വീഴുമെന്ന്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. കുറച്ച് ഒരു ഫാസിനേഷൻ കാണുന്നതിലുണ്ടായി എന്നുള്ളത് കവിഞ്ഞ് ആകാശവാണിയുടെ പ്രാധാന്യം തകർക്കാൻ ദൂരദർശന് കഴിഞ്ഞില്ല. അത് കഴിയാത്തത് അവരുടെ അപര്യാപ്തത കൊണ്ടൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു TV വാങ്ങിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഉണ്ടാകാത്തതും, ലോൺ എടുത്ത് വേണം വാങ്ങിക്കാൻ, അത് പലരും നമ്മുടെ കർഷക സമൂഹത്തിലും ഒക്കെ അന്ന് പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ടും എല്ലാവരും അയൽപ്പക്കമാകുമ്പോൾ കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ, അയൽപ്പക്കത്തേക്ക് സിനിമ കാണാൻ ഓടുന്നത്, സീരിയൽ കാണാൻ ഓടുന്നത്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ആകാശവാണി എന്ന് പറയുന്നത് അശക്തമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അന്നേരവും ശരി. പക്ഷേ ആകാശവാണിയുടെ പ്രാധാന്യം അറിയണമെങ്കിൽ നമ്മൾ ഒരു തെറ്റ് വരുത്തണം പ്രക്ഷേപണത്തിൽ. അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ കഷ്ടകാലത്തിന് എനിക്കുണ്ടായി. ഒരു ദിവസം ഒരു നാടകം പ്രക്ഷേപണം ചെയ്ത് അത് 1 മണിക്കൂർ ഒരു ടേപ്പിലും, അന്നൊക്കെ ടേപ്പിലാണ് ഇതൊക്കെ, ഇപ്പം സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, അടുത്ത ഒരു 15 മിനിറ്റ് വേറൊരെണ്ണത്തിലുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് വന്നത് കൂടാതെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഇച്ചിരി സ്പീഡ് വേരിയേഷനും വന്നു. ആ ഡെക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അടുത്ത ദിവസം എന്തായിരുന്നെന്നറിയാമോ, പിന്നെ പുകില് എന്ന് അത്രയ്ക്ക് ലിസണർഷിപ്പാണുള്ളത്. അതും TR സുകുമാരൻ നായരും TP രാധാമണിയും അഭിനയിക്കുന്ന ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന ഒരു നാടകം. ആ നാടകത്തിന് അതിൻ്റെ അകത്തൊരു ചോദ്യമുണ്ട്, ഞാൻ ചെയ്ത കുറ്റം എന്താണ്, ബത്ഷേബ സോളമനോട് ചോദിക്കുന്ന. അപ്പം ബത്ഷേബ ചോദിച്ചു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് സോളമൻ്റെ മറുപടി പറയണം, രാജ്യദ്രോഹം എന്ന്. ഇത് വന്നില്ല സമയത്തിന്. ഏതാണ്ട് 1 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് രാജ്യദ്രോഹം വന്നത്. അപ്പോഴത്തേക്ക് രാജകൊട്ടാരമടക്കം ഫോൺ ആകാശവാണിയിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെയായിരുന്നു ആകാശവാണിയുടെ ലിസണർഷിപ്പ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു കുറച്ച് താഴോട്ട് പോയി കാണും. അത് എഡ്യൂക്കേറ്റഡ് എലീറ്റും അങ്ങനെയുള്ള ആളുകളാണ് ആദ്യം ഈ TV-യിൽ ഫാസിനേറ്റഡ് ആയത്. അതിന് താഴോട്ട് വളരെ കാലമെടുത്തു പോകാനായിട്ട്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ചുറ്റും നടക്കുന്ന കുറേ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇപ്പം ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോവുകയും ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റും ആ സമയം കൊണ്ടൊക്കെ കേരളത്തിലും ഭയങ്കരമായ, ലോകത്തിലും മൊത്തം ഇന്ത്യയിൽ നമ്മൾ കേരളത്തെ പറ്റി സംസാരിക്കുമ്പം ഭയങ്കരമായ മാറ്റങ്ങൾ ആ സമയത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 92-ലാണ് ഡൽഹിക്ക് പോയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ആകാശവാണി കയറിക്കഴിഞ്ഞ് എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഞാൻ പ്രസ്ഥാനവുമായി ഒക്കെ ബന്ധപ്പെട്ടാണ്. അതൊക്കെ ചെറുതായിട്ടൊന്നും മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പോലീസ് വെരിഫിക്കേഷൻ്റെ അകത്തൊക്കെ അന്നത്തെ കാലത്തൊക്കെ പോലീസ് വെരിഫിക്കേഷൻ വളരെ നിർബന്ധമായിരുന്നു. ആകാശവാണി വരെ പോകാനോ? അല്ല, ആകാശവാണി കയറാൻ തന്നെ. അന്ന് എനിക്ക് 2 വർഷം എൻ്റെ സർവീസില്ലായിരുന്നു. ഞാൻ നക്സലാണെന്നാണ് ഏതോ ഒരു പോലീസുകാരൻ റിപ്പോർട്ട് ചെയ്തത്. ശരി. അതിന്റെ പിന്നിലെ കാര്യം, ഞാനൊരു ഒരു സ്റ്റുഡൻറ് പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തിരുന്നു, അത്രേ ഉള്ളൂ. അനുഭവത്തിന്റെ പശ്ചാത്തലം കൊണ്ട് അതുകൊണ്ടാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു.
അതുകൊണ്ട് എനിക്ക് കുറേ നാൾ പിന്നെ സർവീസിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ആകാശവാണിക്ക് അകത്തുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ നാരായണൻ നായർ എന്ന് പറയുന്ന സാറ് വന്നു കഴിഞ്ഞപ്പോൾ അത് ഷീസ് എ വെരി ഡിസിപ്ലിൻഡ് വർക്കർ ഓഫ് ആകാശവാണി എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് എഴുതി കഴിഞ്ഞ് ഇതങ്ങ് ക്ലോസ് ചെയ്യുകയും ചെയ്ത് ഞാൻ പിന്നെ സ്ഥിരമായി മറ്റേത് എൻ്റെ മന്ത്ലി കോൺട്രാക്റ്റിലാണ് വർക്ക് ചെയ്യിപ്പിച്ചിരുന്നത്. അത് യഥാർത്ഥത്തിൽ എൻ്റെ സർവീസിൽ ഇല്ല. അങ്ങനെ അത് പോയിട്ടാണ് ഞാൻ ബാക്കി കാലമാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് മറക്കാനാവാത്തൊരു കാലമാണല്ലേ ആ കാലം എന്ന് പറയുന്നത്. ഞാൻ ഇവിടുന്ന് ഡൽഹിക്ക് പോകുമ്പോഴും അതൊക്കെ കുറെ മാറി, അങ്ങനത്തതൊക്കെ മാറി. അന്തരീക്ഷം അങ്ങനെ ആയിരുന്നു അല്ലേ? അതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിയാലോ, എമർജൻസി കഴിഞ്ഞ് ആ സമയത്താണ് ഈ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി മുമ്പോട്ട് വന്ന്. ആ കാലഘട്ടത്തിലാണ് ഞാനും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ അതിൻ്റെ അകത്ത് വന്നതും. ഇത് കഴിഞ്ഞുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ ത്വരിതമായിരുന്നു. വളരെ പെട്ടെന്നാണ് സമൂഹത്തിൽ പ്രതികരണശേഷി. ഇപ്പോൾ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് പ്രതികരിച്ചിരിക്കും. അന്നേരം കുറച്ചുകൂടെ ഈ മാധ്യമങ്ങൾ ഇത്രയും വേഗത്തിലായിട്ടില്ല. അതൊരു പിന്നെ സാം പിട്രോഡായും പിന്നെ രാജീവ് ഗാന്ധിയും കൂടെ കമ്മ്യൂണിക്കേഷൻ വിപ്ലവം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത്രയും ശക്തമായി പ്രതികരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിന് അവർക്ക് നന്ദി പറയണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വിപ്ലവം, ഈ കമ്മ്യൂണിക്കേഷൻ വിപ്ലവമൊക്കെ നടന്നു കഴിഞ്ഞുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ സാധനം ഇനി ഡൽഹിയിൽ വെച്ചിട്ട് കാര്യമില്ല. ഡൽഹിയിൽ ആ വാർത്താ യൂണിറ്റ്, കാര്യം ഡൽഹിയിലിരുന്ന് വാർത്ത വായിക്കുന്നത് ഡൽഹിയിൽ കേൾക്കത്തില്ല. ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ട്യൂൺ ചെയ്ത് ഡൽഹിയിൽ കേൾക്കാൻ. അത് കേരളത്തിനായിട്ടാണ്. അത് ഗോവയിൽ ഏതാണ്ടൊരു റിസീവിങ് സെൻറ്ററിൽ വന്ന് അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് കേരളം റിലേ ചെയ്യുകയാണ്. കേരളത്തിന് വേണ്ടിയിട്ടുള്ള വാർത്തകളാണ് ഡൽഹിയിലിരുന്ന് വായിച്ചുകൊണ്ടിരുന്നത്. ഓ ശരി, അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അന്ന്. പക്ഷേ ഇതെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഇത്രയും കമ്മ്യൂണിക്കേഷനിലെ മാറ്റം വന്നു കഴിയുമ്പോൾ പക്ഷെ നമ്മളതൊന്നും സംസാരിക്കാം. നമുക്കൊരു ന്യൂസ് റീഡിംഗ് പോസ്റ്റ് കിട്ടി, അത് അവിടെ ഇരുന്ന് 1.5 വർഷം അവിടെ വർക്ക് ചെയ്തു. തിരിച്ച് തിരുവനന്തപുരത്ത് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മഹാനായ ന്യൂസ് റീഡർ ഉണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള. അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയത്. അന്നേരം എൻ്റെ ഒരു ചലഞ്ച് ഞാൻ നേരിടുന്ന ചലഞ്ചെന്ന് പറയുന്നത്, ഈ രാമചന്ദ്രൻ ഇരുന്ന സ്ഥലത്ത് എന്നെ ആളുകള് പകരക്കാരിയായി അത് സ്വീകരിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമാകട്ടെ അതെന്ന് പ്രതാപൻ പറഞ്ഞു. പ്രതാപൻ പുള്ളി അങ്ങനെ ഒരു കാണുന്ന നന്നായിട്ട് ജോലി ചെയ്തോ, നമ്മളെ സ്വീകരിക്കണം ആളുകൾ. അതുകൊണ്ട് നമ്മുടെ 100% കൊടുത്തത്. ആളുകളത് സ്വീകരിക്കുകയും ചെയ്തു കേട്ടോ. എനിക്ക് വളരെ നല്ല റിസപ്ഷൻ ആയിരുന്നു. എനിക്ക് കത്തുകൾ വരുമായിരുന്നു. കത്തുകളിലൂടെയാണ് അന്നും എന്ന് പറയുന്ന ശരി. ഞാൻ ആകാശവാണി ചെല്ലുമ്പോൾ പെട്ടി ഓട്ടോ പോലെയുള്ള വാഹനങ്ങൾ, അതുപോലെയുള്ള വലിയ വാഹനങ്ങളിലായിരുന്നു ആകാശവാണിക്ക് കത്ത് വന്നോണ്ടിരുന്നത്. അത് ചെറുതായി കുറഞ്ഞു. മറ്റത് അങ്ങനല്ല, ആ കത്ത് സോർട്ട് ചെയ്യാൻ തന്നെ ഒരു ദിവസം വേണം. അങ്ങനെയായിരുന്നു. വലിയ യുഗത്തിൽ നിന്നാണ് അല്ലെ ഇപ്പോഴത്തെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആ യുഗത്തിന്റെ ഒരു ഷിഫ്റ്റിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇപ്പം വന്ന് നമ്മൾ പറയും ഒരു സംഘപരിവാർ കടന്നുകയറ്റം, നിയന്ത്രണമൊക്കെ മാധ്യമങ്ങളുടെ മേലുണ്ട്. ഇപ്പം നമ്മൾ സ്പെസിഫിക്കലി ഗോദി മീഡിയ എന്നൊക്കെ തന്നെ പറയുന്ന ഒരു ഇതിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും പഴക്കമുള്ള ഒരാൾ, ഇത്രയും എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരാൾക്ക് ഇന്നത്തെ കാലം, പ്രത്യേകിച്ച് കേരളത്തിൽ ഇരുന്ന് നോക്കുമ്പം എങ്ങനെയാണ് അതിനെ റീഡ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദെയർ. വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഞാൻ ആകാശവാണി കയറുമ്പോൾ എല്ലാവരും പറയും ആകാശവാണിയെ ഗവൺമെൻറ് നിയന്ത്രിച്ച് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ജിഹ്വയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ചില ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. അവരുടെ കസേര സംരക്ഷിക്കാനും ഒക്കെ അവിടെ ഇരുന്നു കൊണ്ട് ചില ഭരിക്കുന്ന പാർട്ടിയുടെ പിന്നെ വിടുപണി ചെയ്യുന്ന, അങ്ങനെ അല്ലാതെ ആകാശവാണിയെ നിയന്ത്രിക്കാൻ ഒരു നിയമവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും പ്രസാർ ഭാരതി എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്ന് ഇതിനെ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചു. ശരിക്കും അപ്പോഴും ഈ ഉദ്യോഗസ്ഥർ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം സ്വാതന്ത്ര്യമില്ല. അതായിരുന്നു മനസ്സിലാക്കേണ്ടിയിരുന്നത് ഗവൺമെൻറ്. സ്വതന്ത്രമാകണമെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാനും ഈ കസേര എനിക്ക് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഗവൺമെൻറ്റിന് ഞാൻ വിടുപണി ചെയ്യണം എന്ന് ചിന്തിക്കാതിരിക്കുന്ന ആളുകളും മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ
ഇപ്പോൾ അത് അങ്ങേയറ്റമാണ്, അതിൻ്റെ പരമ കഷ്ടയിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കേന്ദ്രമന്ത്രിയുടെ ജന്മദിനം വന്നു. നമ്മളാണെങ്കിൽ മരിച്ച ആളുകളുടെ ജന്മദിനം മാത്രം, മഹാത്മാ ജയന്തി അല്ലെങ്കിൽ ശ്രീനാരായണ ജയന്തി, ഇങ്ങനെയൊക്കെ അവർ ജനിച്ച ദിനം, അതുപോലെ ചരമ വാർഷികം, ഇത് കൊടുക്കും. ജീവിച്ചിരിക്കുന്നവരുടെ കൊടുക്കാറില്ലായിരുന്നു ആകാശവാണി. ഒരു നേതാവിൻ്റെ ജന്മദിനം, അപ്പം ഞാൻ ചോദിച്ചു, നമ്മൾ കൊടുക്കാറില്ലല്ലോ ഇങ്ങനെ ജന്മദിനം. അത് ഡൽഹിയിൽ നിന്ന് പറഞ്ഞു അത് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഡൽഹി പറഞ്ഞ ഉടനെ നമ്മൾ കൊടുക്കുമോ? കൊടുക്കണം, എന്നാലേ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ ആ ആളിന്. അവരവരുടെ സുരക്ഷിതത്വം മാത്രമാണ് ചിന്തിക്കുന്നത്. ഒരു ആകാശവാണി എന്ന് പറയുന്ന എത്രയോ വർഷം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തിനെ താഴ്ത്തി കെട്ടുകയാണ് അവരവിടെ ഇരുന്നുകൊണ്ട് ചെയ്തത്. അവർക്കത് മനസ്സിലാവത്തില്ല. നമ്മൾ പറഞ്ഞാൽ പോലും അയ്യോ എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ ഇത്രയും മാത്രം എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ സ്ഥാപനത്തിൽ ഇനി എനിക്ക് സ്ഥാനമില്ല. ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ 29 ദിവസമോ 28 ദിവസമോ അങ്ങാണ്ട് കോൺട്രാക്റ്റ് വർക്ക് ചെയ്യാം, റിട്ടയർ ചെയ്ത് കഴിഞ്ഞ്. അത് നമുക്ക് വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത്. ഇതുപോലെ പറയുന്നതെല്ലാം കൊടുക്കേണ്ടി വരത്തില്ലേ? അതേപോലെ തന്നെ ഒരു ദിവസം എൻ്റെ അടുക്ക ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പറയാ, നിങ്ങൾ ഇന്ന നേതാവിൻ്റെ പേര് പറയുമ്പോൾ വേണ്ട ബഹുമാനം അതിന് കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ന്യൂസ് വായിക്കുമ്പോൾ ഒരു കസേര വരും, കസേരയുടെ മുമ്പിൽ ഒരു മൈക്രോഫോൺ കാണും, അതിൻ്റെ മുമ്പിലിരുന്നാണ് ഞാൻ വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തൊഴാനൊന്നും എനിക്ക് പറ്റില്ല. അതായത് ഇത് ഈ പറഞ്ഞ പോലെ ഒരു കാര്യമാണത്. പേരൊക്കെ പറഞ്ഞാൽ ഉടനെ അതൊക്കെ അങ്ങ് പച്ചവെള്ളം പോലെ മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതുപോലത്തെ അവിടെ നിസ്സാരമായി പറയുന്ന ചില കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതെ, നിസ്സാരമായിട്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷെ അതിന് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തു, അതിന് മറുമരുന്നും നമ്മൾ ചെയ്തു. പിന്നെ എന്ത് പറയാനാ, ഞാൻ EMS അക്കാഡമിക്ക് കോമ്പിയർ ചെയ്യാൻ പോയി തുടങ്ങുന്നതിൻ്റെ അടുത്ത ദിവസം എനിക്ക് ഒരു പേപ്പർ വന്നു, നിങ്ങൾ EMS അക്കാഡമിയുടെ ഉദ്ഘാടനത്തിന് കോമ്പിയർ ചെയ്യാൻ പോയി. ഞാൻ പറഞ്ഞു, EMS എന്ന് പറഞ്ഞാൽ കേരളം എന്നല്ല ലോകം മൊത്തം ആദരിക്കുന്ന ഒരു ബൗദ്ധിക എന്താ പറയുക സമ്പത്താണ്, വ്യക്തിത്വമാണ്. അത് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടേതായിട്ട് കാണുന്നത് നിങ്ങൾ അതിനെ ചെറുതാക്കുകയാണ്, ആ വ്യക്തിയെ ചെറുതാക്കുകയാണ്. ഞാൻ അങ്ങനെയല്ല, ഞങ്ങളൊക്കെ അങ്ങനെയല്ല. അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽപ്പെടുന്ന, അത് രാഷ്ട്രീയമല്ല അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയും കൂടെ അത് വ്യാഖ്യാനിക്കപ്പെടുന്നില്ല. അതായത് നമ്മൾ ഒന്ന് നിയമം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, ജോലിയിലിരിക്കെ നമ്മൾ നമ്മുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് അല്ലേ അങ്ങനെ ഉണ്ടെന്നു അങ്ങനത്തെ. പക്ഷെ അതൊന്നുമില്ല. ഇപ്പം ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്തിരുന്നു, കൈരളിക്ക് വേണ്ടി കുറേ കാലം വർക്ക് ചെയ്തിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും എനിക്ക് നേരെയുള്ള ആരോപണം വേറെ ഒരു മാധ്യമത്തിൻ്റെ വ്യൂവർഷിപ്പും ലിസണർഷിപ്പും ഒക്കെ കുറയ്ക്കുന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ, അത് ഇതിൽ പോയി പ്രവർത്തിച്ച് അങ്ങനെയാണ്. ആകാശവാണിയുടെ പാർട്ടിയായിട്ട് ഇരിക്കുമ്പോഴാണോ? ആകാശവാണിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ഞാനത് ചെയ്തത്. പക്ഷേ ഞാൻ അതിന് പകരം ഗവൺമെൻറ്റിൻ്റെ ഒരു മാധ്യമം ഉണ്ട്, അതിൽ ഞാൻ ചെല്ലുവാണെങ്കിൽ അവരെനിക്ക് അതിനകത്ത് സ്ഥാനം തരില്ല. എന്നാൽ എൻ്റെ കൂട്ടത്തിലുള്ള മറ്റു പലർക്കും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നതാനും, പക്ഷേ എനിക്ക് തരില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഇതിൽ കൂടുതൽ പറയണ്ടല്ലോ. ചേച്ചി, ഇപ്പം നമ്മൾ കുട്ടിക്കാലത്തെ പറ്റി പറഞ്ഞപ്പോൾ എന്താ പറയുക, ടീച്ചർ ആകുന്നില്ല എന്ന് നമ്മുടെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ, പക്ഷെ എന്തായാലും ഒരു ജോലി വേണം എന്ന് അച്ഛൻ പറഞ്ഞു എന്നാണ്. അതായത് ഉറപ്പായിട്ടൊരു സാമ്പത്തിക സുരക്ഷിതത്വം, പ്രത്യേകിച്ച് മേ ബി ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലം നിന്നുകൊണ്ടായിരിക്കും. ആ ഒരവസ്ഥ ഇന്നും അതിശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്കൊരു സാമ്പത്തിക മുന്നേറ്റം ഉറപ്പായിട്ടും വേണമെന്നുള്ളത് കുറേ ആളുകളിലേക്ക് എത്തിയിട്ട് കുറേ ആളുകൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ ഇടക്കാലം കൊണ്ട് ഇതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കാലം എങ്ങനെയാണ് ഈ ഒരു സ്ത്രീകളുടെ സാമ്പത്തിക മുന്നേറ്റത്തെ വ്യാഖ്യാനിക്കാൻ പറ്റും ഈ കാലത്തിരുന്നിട്ട്? ശരിക്കും സ്ത്രീകൾ ഒത്തിരി മാറിയിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ കാണുമ്പോൾ വളരെ അല്പവസ്ത്രകളായ സ്ത്രീകളെ, ശരിക്കും പറഞ്ഞാൽ മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞിട്ടും അങ്ങനെ പോലും ചെയ്യാൻ അതിന് ധൈര്യമില്ലാത്ത സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ ഇഷ്ടം പോലെ. പിന്നീട് നമ്മുടെയൊക്കെ വീട്ടിലുള്ളവർ തന്നെ ബ്ലൗസും നേരിയതും ഒക്കെ കൊടുത്താൽ പോലും ആ പഴയ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ടുന്ന സ്ത്രീകളെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. സ്കൂളിൽ പോകുക ഒന്നും ചെയ്യാത്ത. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മുമ്മ ഒരു കുട്ടിയെ
എടുത്ത് വളർത്തുന്നുണ്ടായിരുന്നു. അത് എടുത്ത് വളർത്തുന്നതിന് കാര്യം ഞാൻ ഒറ്റയ്ക്ക് വളരണ്ട, എനിക്കൊരു കമ്പാനിയൻഷിപ്പും, അത് മാത്രമല്ല ഈ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു സാധനം കുട്ടിക്കാലത്ത് തന്നെ പഠിക്കേണ്ടതാണെന്ന് അമ്മൂമ്മയ്ക്ക് അറിയായിരുന്നു. ഇപ്പോൾ ഒരു ഭക്ഷണം എനിക്ക് തരികയാണെങ്കിൽ അതൊരാൾക്ക് കൂടെ കൊടുക്കുന്നതിനുള്ള ഒരു നേച്ചർ ഉണ്ടാകണം. അതും കൂടെ ഉദ്ദേശിച്ചാണ്. അതൊരു പെൺകുട്ടിയായിരുന്നു, സീത എന്നായിരുന്നു അവളുടെ പേര്. അപ്പം ഞങ്ങൾ രണ്ടുപേരെയും കൂടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കാനും വിടുമായിരുന്നു. വൈകിട്ട് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഹോംവർക്ക് ചെയ്യണം. പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു പഠിക്കുന്നത്. എത്ര ഫോഴ്സ് ചെയ്താലും അവൾ പഠിക്കത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഈയിടെ വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് IAS എടുത്ത ചരിത്രമുണ്ട്. എന്തൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ അതൊക്കെ വായിക്കുമ്പം നമുക്ക് ഒരു കോരിത്തരിക്കുന്നത് പോലെ ആ മാറ്റമാണ് വേണ്ടത്. അതുണ്ടാകാൻ കാര്യം ഇവിടുത്തെ CPIMൻ്റെ പ്രവർത്തനം തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഭൂപരിഷ്കരണം മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു ബെഞ്ച് കാണും. ആ ബെഞ്ചിൽ നമ്മൾ പോയി ഇങ്ങനെ ഇരിക്കും. ഇപ്പം അങ്ങനെയാണോ? ഒരു ഗവൺമെൻറ് സ്കൂളെന്ന് പറഞ്ഞാൽ AC വരെയുണ്ട്. അങ്ങനത്തെ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകേണ്ടത്. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകേണ്ടത് അങ്ങനെയാണ് ഉണ്ടാവേണ്ട. ആ മാറ്റം കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും ഒക്കെ എനിക്ക് തോന്നുന്നു സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പാളിച്ച ഉണ്ടാകുന്നത് ഒരു പക്ഷേ ഈ നമ്മുടെ ഈ മാധ്യമങ്ങളുണ്ടല്ലോ, സോഷ്യൽ മീഡിയയും ഒക്കെ നടത്തുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അവരുണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ കുറേ കൂടെ ഇപ്പം ഒരു സ്ത്രീ എന്തെങ്കിലും പറഞ്ഞാൽ കണ്ടില്ലേ അവൾ കിടന്ന് ചാടുന്നത്, ഈ അടുത്ത ദിവസം എങ്ങാണ്ട് ഒരു സ്കൂട്ടർ എവിടെയോ നിർത്തിയിരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായി. അവർ ചിലപ്പോൾ അവരെ ആരെങ്കിലും അടുത്ത് വന്ന് വല്ല ഉപദ്രവിക്കുകയോ ചെയ്യാം, അവർ തെറി വിളിച്ച് കാണും. വിളിച്ചില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനാണെങ്കിൽ തെറിയല്ലേ വിളിക്കുന്നത്, ഇടിയായിരിക്കും കൊടുക്കുന്നത്. ആ വ്യത്യാസമുണ്ട്. കൊടുക്കണം അടി. നമുക്ക് ഗവൺമെൻറ്റിനെയും നിയമത്തിനെയും നോക്കി ഇരുന്നിട്ട് നമുക്ക് രക്ഷ ഉണ്ടാകത്തില്ല. നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. അതിന് ശേഷമാകണം നമുക്ക് വേണ്ട. പ്രതികരണ ശേഷി ഇല്ലാത്ത സ്ത്രീകൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പ്രതികരണ ശേഷി കൂടിപ്പോയതുകൊണ്ട്. എനിക്കതിൽ വിഷമമൊന്നുമില്ല. പോയതൊക്കെ പോയി. എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ സ്ത്രീയും ഇത് തന്നെയാണ് ജീവിതത്തിൽ പാലിക്കേണ്ടത്. എനിക്ക് ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതൊന്നും ഒരു നഷ്ടമായിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് പ്രതികരിക്കാനുള്ളൊരു ചുറ്റുപാട് ഒരു 10 വർഷം കൊണ്ടെന്തെങ്കിലും ചുരുങ്ങിയത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. സ്ത്രീയുടെ നേരെ നിന്ന് അനാവശ്യം പറയാൻ ഒരു അറപ്പ് വരണം. പറഞ്ഞാൽ ഇതിന് പ്രത്യാഘാതം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ വരണം. അപ്പോൾ കുറച്ചുകൂടെ നാച്ചുറലാകും. കേരളത്തിൻ്റെ ഒരു നില വെച്ച് നോക്കുമ്പോഴത്തേക്കും വലിയ മുന്നേറ്റമാണല്ലോ. നവോത്ഥാന കാലം കേരളത്തിൽ തന്നെ ഉണ്ടായതിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക, 7 അയൽവക്കത്ത് അടുക്കാൻ പരുവത്തിന് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ അങ്ങനെ ഒരു ചോദ്യം പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ നമുക്ക് ദുഃഖം വരും. അവിടുത്തെ സ്ഥിതി ഇപ്പോഴും ജാതി ഒക്കെ പറഞ്ഞു തന്നെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവിടെ ജാതി പറഞ്ഞാൽ അധിക്ഷേപിച്ച് നോക്ക്, അടുത്ത ദിവസം എവിടെ ഗട്ടറിൽ ഇടും അവർ. അതാണ് വേണ്ടത്. ജാതിയൊക്കെ ഇനി പറയാൻ ലജ്ജിക്കണം. നമ്മൾ തിരഞ്ഞെടുക്കാത്തൊരു സാധനമാണ് ബേസിക്കലി. അതെ, നമ്മൾ ഒരു പ്രത്യേക സമൂഹത്തിൽ ജനിച്ചു പോയി, അത് നമ്മൾ തിരഞ്ഞെടുത്താണോ? അല്ല. അപ്പോൾ അതൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. അല്ല, പക്ഷെ ഞാനത് മെൻഷൻ ചെയ്തത് അക്കാര്യത്തിലും ഒക്കെ സാമൂഹികമായിട്ടുള്ള ഉന്നമനവും ഭീകരമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മാറ്റം ഇങ്ങനെ തന്നെ മുമ്പോട്ട് ഈ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോയി എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സ്വർഗ ഇടമായി കേരളം മാറണം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് കേൾക്കുമ്പോൾ തോന്നുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വരുന്നു. ട്രിവാൻഡ്രത്ത് ഒത്തിരി മഹാരഥന്മാരുടെ കൂടെ വർക്ക് ചെയ്യുന്നു. അവരുടെ കൂടെ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്ന കുറേ സംഭവങ്ങൾ, പിന്നെ അഗെയിൻ ഡൽഹിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിൻ്റെ ഒരു യുണീക്നെസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പ്രൈഡാണെന്ന് പറയുന്ന അങ്ങനത്തെ ഒന്നിലധികം ഇൻസ്റ്റൻസ്, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഡൽഹിയിൽ ഞാൻ KR നാരായണൻ ഉപരാഷ്ട്രപതി ആയപ്പോൾ ഡൽഹിയിൽ പുള്ളിയുടെ ആദ്യത്തെ ഒരു ജനങ്ങളെ മലയാളികളെ നേരിട്ടുകൊണ്ടുള്ള പ്രോഗ്രാം കോമ്പിയർ ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ച്. അവിടെ അതൊക്കെ എനിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടു കൂടി മാത്രമാണ്
നമ്മൾ അതേസമയം ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഹിന്ദി സ്ത്രീ KR നാരായണനെ പുള്ളിയുടെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നതാണ് ഞാൻ കേട്ടത്. ഞാൻ അവരുടെ ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ എഡ്യൂക്കേറ്റഡ് വളരെ ഉന്നത നിലയിൽ പോയ ഒരു വ്യക്തിയായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റൂ. പുള്ളി ഇതുപോലെയല്ല, ഇതിനപ്പുറവും പോകാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ നമുക്ക് കാണാൻ പറ്റൂ. നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത് നിങ്ങൾ എത്രമാത്രം ചെറുതാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കുന്നത്. അതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആരായിട്ടാണ് പുള്ളിയെ കാണുന്നത്? ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്താ പറയുക, ഇവിടെ നടക്കുന്നില്ല എന്നല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം നമ്മൾ ഈ പറയുന്ന തരത്തിൽ പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പം വളരെ 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 മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് മാമിന് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ താമര ഇത്ര ശക്തമായിട്ട് വിരിയുന്നു? വിദ്യാഭ്യാസമുള്ള ആളുകൾ കുറവായതുകൊണ്ട്. ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജാതി ഇതൊക്കെ, അല്ലെങ്കിൽ പുരാണങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇമാജിനേറ്റീവായിട്ടുള്ള കുറേ ആളുകൾ സൃഷ്ടിച്ചതാണ് ഇതൊക്കെ. ഒരു രാമായണമൊക്കെ നല്ലതാണ്, അത് ഒരു കഥ നമ്മൾ വായിക്കുന്നതിന് തുല്യം, അത്രയേ ഉള്ളൂ. ആ കഥ നമ്മൾ ഓരോ വരിയിലും കൂടെ പോവുകയാണെങ്കിൽ ഇത് മോശമായിപ്പോയി, ഇത് മോശമായിപ്പോയി എന്ന് എത്ര ഇടത്ത് പറയേണ്ടി വരും? ടോട്ടാലിറ്റിയിൽ കൊള്ളാം ഒരു സ്റ്റോറി കേൾക്കാൻ, അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് ഓരോ കാര്യത്തിലും. നമ്മൾ മഹാഭാരതമായാലും ഒരു രാജധാനിയിൽ ഒരു സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്തത് എന്താ അഭിമാനമാണോ തരുന്നത്? അല്ലല്ലോ. അത് പിന്നെ കൃഷ്ണനപ്പോൾ വസ്ത്രം കൊടുത്തു എന്ന് പറയുന്നതാണ് അവർ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ ഒരാൾ വസ്ത്രം കൊടുക്കാനില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇതൊക്കെ എടുക്കേണ്ട വിധത്തിൽ മാത്രം എടുക്കേണ്ടതേ, കഥയായിട്ട് കണ്ടാൽ മതി. അത് ഇനി സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നു. ഇതൊക്കെ ഏത് വിധത്തിലുള്ള ആളുകളാണോ വ്യാഖ്യാനിക്കാൻ പോകുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു കൊടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വികസനങ്ങളും ഇത്രയും മെച്ചപ്പെട്ട സാമൂഹിക അന്തരീക്ഷമൊക്കെ തന്നെയാണ് കേരളത്തിലെന്ന് പറയുമ്പോൾ തുടർഭരണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത് എന്നും കൂടെ എനിക്കൊന്നറിയണം. തുടർഭരണം വേണം. അത് ഈ 10 വർഷം കൊണ്ട് ഉണ്ടായതല്ല. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ഇനിയും ശക്തമായ സാമൂഹിക സ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും ഉണ്ടായി കേരളം വളരുന്നത്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് അഭിമാനമായി മാറുന്ന വിധത്തിൽ കേരളം വളരണം. അതിപ്പോൾ സാമ്പത്തിക രംഗത്തും കാർഷിക രംഗത്ത് പ്രത്യേകിച്ച് ഒരു കുറച്ച് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് തൊഴിലിന് പോലും അല്ലെങ്കിൽ പിന്നെ ഭക്ഷണത്തിന് പോലും പോകണ്ടാത്ത ഒരവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ ഇനിയൊരു തുടർഭരണം കൊണ്ട് കഴിഞ്ഞാൽ അത് സത്യത്തിൽ തുടർഭരണം തന്നെയല്ലേ നല്ലത്? നിലവിലെ പേസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് സാധ്യമാകും എന്ന് തന്നെയാണ് അല്ലേ? അതെ. ഇപ്പം അവർ എല്ലാവരും പറയുന്നത് നമുക്ക് തൊഴിലില്ല, ഇവിടെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല. തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തുടർന്ന് അങ്ങോട്ട് ഭരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നീങ്ങിയാൽ, ഇതുവരെ ഉണ്ടായിരുന്നതിനെല്ലാം തടയിട്ടുകൊണ്ട് ഒരു ഗവൺമെൻറ് വന്നാൽ ചിലപ്പോൾ അത് സാധിക്കില്ല. ഒരു പോസ്റ്റ് വന്ന സാധ്യതയുണ്ട്. പിന്നെ നന്നായിട്ട് റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ രംഗത്താണെങ്കിലും എല്ലായിടത്തും കേരളത്തിന് അതിൻ്റേതായിട്ടുള്ള വളർച്ചയുണ്ടായിട്ടുണ്ട്. നമ്മുടെ വളർച്ച നമ്മളുടേത് മാത്രമായിട്ടുള്ളത് ഒത്തിരി രംഗങ്ങളിലുണ്ട്. കുറച്ച് യു ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്നാണ്. ഈ വരികൾക്കിടയിലൂടെയും ഒന്ന് വായിക്കണം, അന്നേരം മനസ്സിലാവും എങ്ങനെയാണ് ഈ സംഗതികളെന്ന്. എനിക്ക് ജാതി എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. എൻ്റെ മക്കളെല്ലാം കല്യാണം കഴിച്ചിരിക്കുന്ന പല സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ. നമുക്കതൊന്നും ഒരു വിഷയമേ മതി. അവർക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് വേണം, ചിന്തിക്കാനുള്ള കഴിവ് വേണം. ഇതൊക്കെയല്ലേ വലുത്. അല്ലാതെ ജാതി എന്തുവാണ് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ മൂത്ത മകൻ എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം റേഡിയോളജിസ്റ്റാണ്. എനിക്കറിഞ്ഞൂടാ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ്. പുള്ളി ഇങ്ങനെ ഒരു മാട്രിമോണിയൽ കോളത്തിൽ കണ്ട ഒരു പ്രപ്പോസൽ തന്നതാണ്. നോക്കിയപ്പോൾ മിടുക്കനായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇവിടെ കിംസിലായിരുന്നു പുള്ളി അന്ന് വർക്ക് ചെയ്തിരുന്നത്, ഇപ്പം ചെന്നൈയിലാണ്. അടിപൊളി ജീവിതമാണല്ലോ അൾട്ടിമേറ്റ്ലി. അതിനപ്പുറത്തേക്ക് അതിനേക്കാൾ ഉപരി എൻ്റെ കൊച്ചുമകള്
മലയാളം സംസാരിക്കുക എഴുതും, തമിഴ് സംസാരിക്കും, കിടിലമായിട്ട് എഴുതും, ഹിന്ദി സംസാരിക്കും, അതേപോലെ തന്നെ നല്ല ഫ്ലവറി ലാംഗ്വേജിൽ ഹിന്ദി എഴുതും, ഇംഗ്ലീഷ് അതുപോലെ തന്നെ, ഫ്രഞ്ച്. ഓ ബോണസ്. എനിക്ക് തോന്നുന്നത് ആകാശവാണി എന്ന് പറയുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് എനിക്ക് ഒറ്റ വാർത്തയിലൂടെ ഒറ്റത്തവണ നമുക്ക് ഒരു വാർത്ത കേൾക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു സംപ്രേഷണത്തിൽ ആ ഒറ്റത്തവണ തന്നെ കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പാകത്തിന് വ്യക്തതയോടുകൂടി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട റേഡിയോ അനൗൺസർമാരിൽ ഒരാളായിരുന്നു ചേച്ചി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളോടിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോഴും ഒറ്റത്തവണത്തെ ഓരോ വാചകങ്ങളിലൂടെയും വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള സാമൂഹിക കാലഘട്ടങ്ങളും അതിലെ വികസനങ്ങളും ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളും അവനവരുടെ ജീവിതത്തെ പറ്റിയൊക്കെ കണക്ട് ചെയ്ത് വളരെ മനോഹരമായി സംസാരിച്ചത്. അപ്പോൾ മുന്നോട്ട് ഇനിയും ഇതേപോലെ എത്രയും ഭംഗിയായിട്ട് ചിന്തിക്കാനും അതേപോലെ ഒത്തിരി ആളുകളെ ഇൻസ്പയർ ചെയ്യാനും സാധിക്കട്ടെ എന്നാണ് ഞങ്ങളും കരുതുന്നത്. വളരെ നന്ദി. എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയതിനും ഇത്ര മനോഹരമായി സംസാരിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിനും നന്ദി. നമസ്കാരം.